PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CSEB എക്സാമുകൾക്ക് വേണ്ടി 26/4/2026 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എമംഗ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ഈസ് ഇൻകറക്റ്റ്. താഴെ കേരളത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങളും ശാസ്ത്രീയ നാമങ്ങളും തന്നിട്ടുണ്ട്. ഒരെണ്ണം ഇൻകറക്റ്റ് ആണ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വൺ, സയൻറ്റിഫിക് നെയിം ഓഫ് ഗ്രേറ്റ് ഹോൺബിൽ ബ്യൂസറോസ് ബൈക്കോണിസ്. ഗ്രേറ്റ് ഹോൺബിൽ മലമുഴക്കി വേഴാമ്പൽ, ശാസ്ത്രീയ നാമം ബ്യൂസറോസ് ബൈക്കോണിസ്. ശരിയാണ്, കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. സയൻറ്റിഫിക് നെയിമാണ് ബ്യൂസറോസ് ബൈക്കോണിസ്. രണ്ടാമത്തേത്, സയൻറ്റിഫിക് നെയിം ഓഫ് ഏഷ്യൻ എലിഫൻറ്റ് എലിഫസ് മാക്സിമസ്. ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ്. ശരിയാണ്. മൂന്നാമത്തേത്, സയൻറ്റിഫിക് നെയിം ഓഫ് ജാക്ക് ഫ്രൂട്ട് ട്രീ മാഞ്ചിഫെറ ഇൻഡിക്ക. തെറ്റാണ്. മാഞ്ചിഫെറ ഇൻഡിക്ക മാങ്ങയുടെ ശാസ്ത്രീയ നാമമാണ്. ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ് ആണ്. ജാക്ക് ഫ്രൂട്ടിൻ്റെ ശാസ്ത്രീയ നാമം ആർട്ടോകാർപ്പസ് ഹെട്രോപിലസ്. അപ്പോൾ മൂന്നാമത്തേതാണ് തെറ്റ്. നാലാമത്തെ ഓപ്ഷൻ നോക്കാം. സയൻറ്റിഫിക് നെയിം ഓഫ് കോക്കനട്ട് ട്രീ, തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കോക്കസ് ന്യൂസിഫറ. ശരിയാണ്, തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമമാണ് കോക്കസ് ന്യൂസിഫറ. അപ്പോൾ ഇതിൽ തെറ്റെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സയൻറ്റിഫിക് നെയിം ഓഫ് ജാക്ക് ഫ്രൂട്ട് ട്രീ മാഞ്ചിഫെറ ഇൻഡിക്ക. തെറ്റാണ്. ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ് ആണ്. മാങ്ങയുടെ ശാസ്ത്രീയ നാമമാണ് മാഞ്ചിഫെറ ഇൻഡിക്ക. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന. കാസിയ ഫിസ്റ്റുല എന്നതാണ് കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം. കണിക്കൊന്നയുടെ സയൻറ്റിഫിക് നെയിമാണ് കാസിയ ഫിസ്റ്റുല. സംസ്ഥാന മത്സ്യം കരിമീനാണ്. കരിമീൻ്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുരാൻഡെസിസ്. കരിമീൻ്റെ സയൻറ്റിഫിക് നെയിമാണ് എട്രോപ്ലസ് സുരാൻഡെൻസിസ്. മത്തിയുടെ ശാസ്ത്രീയ നാമം സാഡിന പിൽക്കാഡസ് എന്നാണ്. സാഡിൻ എന്ന് പറയുന്നത് മത്തിയാണ്. മത്തിയുടെ ശാസ്ത്രീയ നാമം സാഡിന പിൽക്കാഡസ് ആണ്. ബുദ്ധമയൂരി സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ആണ്, സംസ്ഥാന ചിത്രശലഭം. ബുദ്ധമയൂരിയുടെ സയൻറ്റിഫിക് നെയിമാണ് പാപ്പിലിയോ ബുദ്ധ. സയൻറ്റിഫിക് നെയിം ഓഫ് ബുദ്ധമയൂരി പാപ്പിലിയോ ബുദ്ധ. അതുപോലെ സ്റ്റേറ്റ് മൈക്രോബാണ് ബാസിലസ് സബ്സ്റ്റിലിസ്. സ്റ്റേറ്റ് മൈക്രോബ്, സംസ്ഥാന അണുജീവി ബാസിലസ് സബ്സ്റ്റിലിസ്. മലബാർ പറക്കും തളിക സ്റ്റേറ്റ് ആംഫീബിയനാണ്. അതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് റാക്കോഫോറസ് മലബാറിക്കസ്. മലബാർ പറക്കും തവള സയൻറ്റിഫിക് നെയിം റാക്കോഫോറസ് മലബാറിക്കസ്. അപ്പോൾ മാംഗോ മാഞ്ചിഫെറ ഇൻഡിക്ക, ജാക്ക് ഫ്രൂട്ട് ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ്, കോക്കനട്ട് ട്രീ കോക്കോസ് ന്യൂസിഫെറ, എലിഫൻ്റ് എലിഫസ് മാക്സിമസ്, ഗ്രേറ്റ് ഹോൺബിൽ മലമുഴക്കി വേഴാമ്പൽ. സയൻറ്റിഫിക് നെയിം ബുസറോസ് ബൈക്കോണിസ് ആണ്. കണിക്കൊന്ന കാസിയ ഫിസ്റ്റുല, കരിമീൻ എട്രോപ്ലസ് സുരാൻഡെൻസിസ്, ബുദ്ധമയൂരി പാപ്പിലിയോ ബുദ്ധ, മലബാർ പറക്കും തവള റാക്കോഫസ് മലബാറിക്കസ്, സ്റ്റേറ്റ് മൈക്രോബ് ബാസിലസ് സബ്സ്റ്റിലിസ് ആണ്. ഇനി നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ചോദിക്കുകയാണെങ്കിൽ അത് ഒറൈസ സറ്റൈവ. ടൈഗറിൻ്റെ ശാസ്ത്രീയ നാമം പന്തേറ ടൈഗ്രിസ് ആണ്. പീക്കോക്കിൻ്റെത് പാവോ ക്രിസ്റ്റാറ്റസ്, ലോട്ടസ് നെലുംബോ ന്യൂസിഫെറ, ബന്യൻ ഫൈക്കസ് ബംഗാളൻസിസ്. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് കുണ്ടിയാന. നീലക്കുറിഞ്ഞിയുടെ സയൻറ്റിഫിക് നെയിം സ്ട്രോബിലാന്തസ് കുണ്ടിയാന. അപ്പോൾ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഔദ്യോഗിക ചിഹ്നങ്ങളുടെ ശാസ്ത്രീയ നാമങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് 5-year plan is based on the Mahalanobis model focusing heavily on rapid industrialization formulated by the world famous Indian statistician P.C. Mahalanobis? Which 5-year plan is based on the Mahalanobis model focusing heavily on rapid industrialization formulated by the world famous Indian statistician P.C. Mahalanobis? Options: first 5-year plan 1951 to 1956, second 5-year plan 1956 to 1961,
തേർഡ് 5-year പ്ലാൻ 1961 to 1966, ഫോർത്ത് 5-year പ്ലാൻ 1969 to 1974. ഇതിലേതാണ് മഹലനോബിസ് മോഡൽ എന്ന് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സെക്കൻഡ് 5-year പ്ലാൻ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മോഡൽ എന്ന് അറിയപ്പെടുന്നത്. ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണത്തിന് ഊന്നൽ കൊടുത്തിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. PC മഹലനോബിസിൻ്റെ സ്മരണാർത്ഥമാണ് സെക്കൻഡ് 5-year പ്ലാനിന് മഹലനോബിസ് മോഡൽ എന്ന് പേരിട്ടത്. ഭിലായി, റൂർക്കേല, ദുർഗാപൂർ, ബൊക്കാറോ, ഇങ്ങനെ 4 ഇരുമ്പുരുക്ക് ശാലകളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബൊക്കാറോ ഒഴികെ ബാക്കി 3ഉം രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് തുടങ്ങിയത്. ഭിലായി, റൂർക്കേല, ദുർഗാപൂർ, ഇത് 3ഉം 1959 സ്റ്റാർട്ട് ചെയ്തത്. ബൊക്കാറോ 1964 സ്റ്റാർട്ട് ചെയ്തത്. ഭിലായി ഛത്തീസ്ഗഡിലാണ്. റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ഭിലായി ആരംഭിച്ചത്. റൂർക്കേല ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു. സഹായം നൽകിയ രാജ്യം ജർമ്മനിയാണ്. ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. സഹായിച്ച രാജ്യം ബ്രിട്ടൻ. അതുപോലെ ബൊക്കാറോ 1964 സ്റ്റാർട്ട് ചെയ്തത്. ജാർഖണ്ഡിലാണ്. റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല പ്രവർത്തനം ആരംഭിച്ചത്. അപ്പം വ്യവസായവൽക്കരണത്തിന് ഊന്നൽ കൊടുത്തിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി, മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നു. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പേര് ഹരോൾഡ് ഡോമർ മോഡൽ എന്നാണ്. നമുക്കറിയാം പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങിയ വർഷം 1951. 1951 മുതൽ 2017 വരെയാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയത്. പ്ലാനിംഗ് കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങിയത്. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950. അധ്യക്ഷൻ നെഹ്റു ആയിരുന്നു. പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്തത് 1951. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1951 മുതൽ 1956 വരെയാണ്. 2017 അവസാനിച്ചു. അത് 12ാം പഞ്ചവത്സര പദ്ധതിയാണ്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2012 മുതൽ 2017 വരെയാണ്. പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നീതി ആയോഗ് വന്നത് 2015. നീതി ആയോഗ് തുടങ്ങിയ വർഷം 2015 ജനുവരി 1. നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. നീതി ആയോഗ് പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, അതാണ് നീതി ആയോഗ്. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് ദ കേരള പുരസ്കാർ വിന്നേഴ്സ് ഓഫ് 2025? വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് ദ കേരള പുരസ്കാർ വിന്നേഴ്സ് ഓഫ് 2025? 2025 കേരള പുരസ്കാരങ്ങൾ താഴെ തന്നിട്ടുണ്ട്. ഒരെണ്ണം തെറ്റിച്ചാണ് തന്നിരിക്കുന്നത്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. കേരള ശ്രീ ജിലിമോൾ മേരിയറ്റ് തോമസ്. 2025 കേരളശ്രീ 5 പേർക്കാണ് കിട്ടിയത്. അതിലൊരാൾ ജിലിമോൾ മേരിയറ്റ് തോമസ് ആണ്. ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. 2 കേരളപ്രഭ MK വിമൽ ഗോവിന്ദ്, അതാണ് തെറ്റ്. കേരളപ്രഭ 2 പേർക്ക് ലഭിച്ചു. PB അനീഷിന് കാർഷിക മേഖലയിലെ സംഭാവനയ്ക്കും അതുപോലെ രാജശ്രീ വാര്യർ കലാരംഗത്തുള്ള സംഭാവനയ്ക്കുമാണ്. കേരളപ്രഭ 2025 2 പേർക്കാണ് ലഭിച്ചത്. PB അനീഷിനും രാജശ്രീ വാര്യർക്കും. അപ്പം ഓപ്ഷൻ ബി ആണ് തെറ്റിയിട്ടുള്ളത്. ബാക്കിയും കൂടി നോക്കാം. കേരള ജ്യോതി ഡോക്ടർ MR രാഘവ വാര്യർ, ശരിയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് MR രാഘവ വാര്യർക്ക് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. കേരളശ്രീ ഷഹൽ ഹസൻ മുസ്ലിയാർ, ശരിയാണ്. കേരളശ്രീ 5 പേർക്ക് ലഭിച്ചു. ശശികുമാർ മാധ്യമപ്രവർത്തനം, ഷഹൽ ഹസൻ മുസ്ലിയാർ വിദ്യാഭ്യാസം, MK വിമൽ ഗോവിന്ദ് സ്റ്റാർട്ടപ്പ്, ജിലിമോൾ മേരിയറ്റ് തോമസ് സോഷ്യൽ വർക്ക്, അഭിലാഷ് ടോമി കായികരംഗം. ഇങ്ങനെ 5 പേർക്ക് കേരളശ്രീ 2025 കേരളശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് ദ നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് കോൾഡ് ചിക്കൻസ് നെക്ക് ലൊക്കേറ്റഡ്? ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് ദ നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് കോൾഡ്
ചിക്കൻസ് നെക്ക് ലൊക്കേറ്റഡ്? ചിക്കൻ നെക്ക് എന്ന് പറയുന്ന സ്ഥലം ഏത് സംസ്ഥാനത്താണ്? അതാണ് ചോദ്യം. ഓപ്ഷൻസ്: ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാൻ, വെസ്റ്റ് ബംഗാൾ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വെസ്റ്റ് ബംഗാൾ. ഇന്ത്യയിലെ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ട് ഇന്ത്യയിലെ ഒരു ഭൂപ്രദേശം ബന്ധിപ്പിക്കുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് ചിക്കൻ നെക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിലിഗുരി ഇടനാഴി എന്ന് പറയും. ഇത് പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയിലെ പ്രധാന ഭൂപ്രദേശത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പശ്ചിമ ബംഗാളിലെ ഇടുങ്ങിയ ഒരു ഭൂപ്രദേശമാണ് സിലിഗുരി ഇടനാഴി അല്ലെങ്കിൽ ചിക്കൻ നെക്ക്. ഫൈൻഡ് ഔട്ട് ദ റോങ് പെയർ. ഫൈൻഡ് ഔട്ട് ദ റോങ് പെയർ. ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും സക്കറിയ, നക്ഷത്രങ്ങളെ കാവൽ പി പത്മരാജൻ, സ്പന്ദമാപിനികളെ നന്ദി കോവിലൻ, ഒരു വഴിയും കുറേ നിഴലുകളും രാജലക്ഷ്മി. എഴുത്തുകാരും അവരുടെ കൃതികളുമാണ് തന്നിരിക്കുന്നത്. ഇതിലൊരെണ്ണം തെറ്റാണ്, അത് കണ്ടുപിടിക്കണം. നോക്കാം. ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എഴുതിയത് സക്കറിയ, ശരിയാണ്. ഓപ്ഷൻ എ ശരിയാണ്. നക്ഷത്രങ്ങളെ കാവൽ, അത് പി പത്മരാജൻ്റെ കൃതിയാണ്, അതും ശരിയാണ്. മൂന്നാമത്തേത് സ്പന്ദമാപിനികളെ നന്ദി കോവിലൻ, അതാണ് തെറ്റ്. സ്പന്ദമാപിനികളെ നന്ദി എഴുതിയത് സി രാധാകൃഷ്ണനാണ്. മുൻപേ പറക്കുന്ന പക്ഷികൾ, നിഴൽപ്പാടുകൾ, തീക്കടൽ കടഞ്ഞ് തിരുമധുരം, കർണനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് എഴുതിയിട്ടുള്ള ഇനി ഞാൻ ഉറങ്ങട്ടെ, ഇതെല്ലാം സി രാധാകൃഷ്ണൻ്റെ കൃതികളാണ്. അവസാനത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു വഴിയും കുറേ നിഴലുകളും, അത് രാജലക്ഷ്മി എഴുതിയതാണ്. ഒരു വഴിയും കുറേ നിഴലുകളും രാജലക്ഷ്മി. അപ്പോൾ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും സക്കറിയ, നക്ഷത്രങ്ങളെ കാവൽ പി പത്മരാജൻ, സ്പന്ദമാപിനികളെ നന്ദി സി രാധാകൃഷ്ണൻ, ഒരു വഴിയും കുറേ നിഴലുകളും രാജലക്ഷ്മി. ആരാച്ചാർ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. KR മീരയുടെ കൃതിയാണ് ആരാച്ചാർ. വയലാർ അവാർഡ് നേടിയ ഇ സന്തോഷ് കുമാറിൻ്റെ കൃതിയാണ് തപോമയിയുടെ അച്ഛൻ. കാട്ടൂർക്കടവ് അശോകൻ ചെരുവിൽ. കവിത മാംസഭോജിയാണ് PN ഗോപികൃഷ്ണൻ. പട്ടുനൂൽ പുഴു മീശ, ഇത് രണ്ടും എസ് ഹരീഷിൻ്റെ കൃതികളാണ്. മരുഭൂമികൾ ഉണ്ടാകുന്നത്, മരണ സർട്ടിഫിക്കറ്റ്, ഗോവർദ്ധൻ്റെ യാത്രകൾ, ഇതെല്ലാം ആനന്ദിൻ്റെ കൃതികളാണ്. ഖസാക്കിൻ്റെ ഇതിഹാസം, ധർമ്മപുരാണം, ഗുരുസാഗരം, ഇതൊക്കെ OV വിജയൻ്റെ കൃതികളാണ്. കോവിലൻ VV അയ്യപ്പൻ്റെ തൂലികാനാമമാണ് കോവിലൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് തട്ടകം. റാം കെയർ ഓഫ് ആനന്ദി, അത് അഖിൽ P ധർമ്മജൻ്റെ കൃതിയാണ്. CSEB 2 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. റാം കെയർ ഓഫ് ആനന്ദി എഴുതിയത് അഖിൽ P ധർമ്മജൻ. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഫോർ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് പോസ്റ്റ് ഷുഡ് ബി പ്രൊപ്പോർഷനേറ്റ് റെപ്രസെൻറ്റേഷൻ സിസ്റ്റം ഓഫ് ഇലക്ഷൻ ബി അഡോപ്റ്റഡ്? ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, for which of the following posts should be proportionate representation system of election be adopted? Options: Prime Minister of India, President of India, Members of Lok Sabha Speaker. അതായത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് താഴെ തന്നിരിക്കുന്ന ഏത് പദവിയാണ് ആനുപാതിക സമ്പ്രദായത്തിലുള്ള തിരഞ്ഞെടുപ്പ് രീതി ഉപയോഗിച്ച് സെലക്ട് ചെയ്യാവുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആനുപാതിക സമ്പ്രദായത്തിലുള്ള തെരഞ്ഞെടുപ്പ് രീതി, അതായത് ഒന്നിലേറെ സ്ഥാനാർത്ഥികൾക്ക് ഒരേ സമയം മുൻഗണനാക്രമം അനുസരിച്ച് വോട്ട് ചെയ്യുന്ന രീതിയാണിത്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും പ്രസിഡന്റ്, രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനൊക്കെയാണ് പ്രൊപ്പോർഷനേറ്റ് റെപ്രസെൻറ്റേഷൻ സിസ്റ്റം ഓഫ് ഇലക്ഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം: വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് പേയേഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആൻഡ് ദെയർ ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് ഇൻകറക്റ്റ്? വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് പേയേഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആൻഡ് ദെയർ ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് ഇൻകറക്റ്റ്? അതായത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസും അവയുടെ ഹെഡ്ക്വാർട്ടേഴ്സും തന്നിട്ടുണ്ട്. ഒരെണ്ണം തെറ്റാണ്. നോക്കാം. ഓപ്ഷൻ എ യുനെസ്കോ, പാരീസ്, ഫ്രാൻസ്, ശരിയാണ്. യുനെസ്കോയുടെ ആസ്ഥാനം ഫ്രാൻസിലെ പാരീസാണ്. ഓപ്ഷൻ ബി WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. ഓപ്ഷൻ ബിയും ശരിയാണ്. യുനിസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്ക്, അതും ശരിയാണ്. ഓപ്ഷൻ ഡി ILO, റോം, ഇറ്റലി, ഇതാണ് തെറ്റ്. ILO ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അഥവാ ILO ആസ്ഥാനം ജനീവ, യുനെസ്കോ ആസ്ഥാനം പാരീസ്, യുനിസെഫ് ന്യൂയോർക്ക്,
ILO ജനീവ, WHO ജനീവ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് മൂവ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ഒക്കേർഡ് ഫസ്റ്റ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് മൂവ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ഒക്കേർഡ് ഫസ്റ്റ്? ലക്നൗ പാക്റ്റ്, ഹോം റൂൾ മൂവ്മെൻറ്റ്, പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ഖിലാഫത്ത് ആൻഡ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ആദ്യം സംഭവിച്ചത് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. ലക്നൗ പാക്റ്റ് അല്ലെങ്കിൽ ലക്നൗ ഉടമ്പടി നടന്ന വർഷം 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അഖിലേന്ത്യാ മുസ്ലിം ലീഗും തമ്മിലുള്ള ഒരു ഉടമ്പടിയായിരുന്നു ഇത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അഖിലേന്ത്യാ മുസ്ലിം ലീഗും തമ്മിൽ കൂടുതൽ യോജിപ്പിലെത്താനും ബ്രിട്ടീഷ് സർക്കാരിനോട് കൂടുതൽ സ്വയം ഭരണാവകാശം ആവശ്യപ്പെടാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു കരാർ ഒപ്പുവെച്ചത്. അപ്പോൾ ലക്നൗ പാക്റ്റ് 1916. ഹോം റൂൾ മൂവ്മെൻറ്റ് 1916 തന്നെയാണ്. ബാലഗംഗാധര തിലകനും ആനി ബെസൻറ്റും ചേർന്ന് ആരംഭിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമാണിത്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യക്കാർക്ക് സ്വയം ഭരണാവകാശം ലഭിക്കുക എന്ന് തന്നെയായിരുന്നു ലക്ഷ്യം. ഹോം റൂൾ മൂവ്മെൻറ്റ് 1916. 1919 ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അത് പിന്നീട് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനവുമായിട്ട് ലയിപ്പിച്ചു. അപ്പോൾ ഖിലാഫത്ത് മൂവ്മെൻറ്റ് ആൻഡ് നോൺ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് നടന്നത് 1919. ലക്നൗ പാക്റ്റ് 1916, ഹോം റൂൾ മൂവ്മെൻറ്റ് 1916, ബംഗാൾ വിഭജനം 1905. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആദ്യം നടന്നത് ബംഗാൾ വിഭജനമാണ്. അടുത്ത ചോദ്യം, എ മെമ്മോറിയൽ സ്കൂൾ എക്സിസ്റ്റ് ടുഡേ ടു കമമറേറ്റ് ദ സ്ട്രഗിൾ ഫോർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ടഡ് ബൈ അയ്യങ്കാളി ആൻഡ് സ്റ്റുഡൻറ്റ് പഞ്ചമി. What is the name of this historically important school which was previously destroyed by fire and has now been renovated? A memorial school exists today to commemorate the struggle for inclusive education started by Ayyangali and student Panjami. What is the name of this historically important school which was previously destroyed by fire and has now been renovated? അതായത് ദളിത് വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച കാലത്ത് പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിക്ക് ഊരൂട്ടമ്പലം ഗവൺമെൻറ് UP സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അയ്യങ്കാളി പോരാട്ടം നടത്തുകയുണ്ടായി. ഈ പോരാട്ടത്തിൽ സ്കൂള് തീവെച്ച് നശിപ്പിച്ചു. പിന്നീട് പുനരുദ്ധരിച്ച് പുനർനാമകരണം ചെയ്തു. ആ സ്കൂളിൻ്റെ പേരാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ്: അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ ഗവൺമെൻറ് സ്കൂൾ, പഞ്ചമി മെമ്മോറിയൽ ഗവൺമെൻറ് സ്കൂൾ, മഹാത്മാ അയ്യങ്കാളി മെമ്മോറിയൽ ഗവൺമെൻറ് സ്കൂൾ, അയ്യങ്കാളി മെമ്മോറിയൽ ഗവൺമെൻറ് ഗേൾസ് സ്കൂൾ. ഉത്തരം ഓപ്ഷൻ എ ആണ്, അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ ഗവൺമെൻറ് സ്കൂൾ. ഊരൂട്ടമ്പലം ഗവൺമെൻറ് UP സ്കൂളിൽ അയ്യങ്കാളി നടത്തിയ ഈ ഒരു ചരിത്ര സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഊരൂട്ടമ്പലം ഗവൺമെൻറ് UP സ്കൂളിന് അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ സ്കൂൾ എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ ഗവൺമെൻറ് സ്കൂൾ. 2026 ഏപ്രിൽ 26 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ GK ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.